ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ വീഡിയോയിലൂടെ ദൈവവചനം ശ്രവിക്കുന്ന ഏവർക്കും ക്രിസ്തുയേശുവിൽ സ്നേഹ വന്ദനം. ഇന്ന് സഭയായി മറുരൂപ പെരുന്നാളായി കൊണ്ടാടുന്ന ദിവസമാണ്. മെശിഹായുടെ തേജസ്കരണം മരണത്തിലൂടെ എന്ന ചിന്താവിഷയമാണ് സഭയായി ധ്യാനിക്കുന്നത്. അതിനാധാരമായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 28 മുതൽ 36 വരെയുള്ള വാക്യങ്ങളാണ്. അതിനുശേഷം 8 നാൾ കഴിഞ്ഞിട്ട് യേശു പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനായി മലയിലേക്ക് പോയി എന്ന് വേദഭാഗം രേഖപ്പെടുത്തുന്നു. യായിറോസിന്റെ മകളെ സൗഖ്യമാക്കുവാൻ പോകുമ്പോഴും ഈ 3 ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് യേശു പോകുന്നത് എന്നത് ശ്രദ്ധേയമാണ്. പ്രാർത്ഥിക്കുവാനായിട്ടാണ് പോയത് എന്നതും പ്രധാനമാണ്. പ്രാർത്ഥിക്കുവാനായി പോയത് മലയിലേക്കാണ്. പർവ്വതങ്ങൾ പഴയ നിയമത്തിലും ദൈവ സാന്നിധ്യത്തിന്റെയും ദൈവിക വെളിപ്പാടുകളുടെയും ഇടമായിട്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ മുഖത്തിന്റെ ഭാവം മാറുകയും ഉടുപ്പ് മിന്നുന്ന വെള്ളയായി തീരുകയും ചെയ്തു. ഉടുപ്പിന് സംഭവിച്ച മാറ്റം ദൈവിക മഹത്വത്തിന്റെയും വിശുദ്ധിയുടെയും അടയാളപ്പെടുത്തലായി മനസ്സിലാക്കാം. അപ്പോൾ 2 പുരുഷന്മാർ യേശുവിനോട് സംസാരിച്ചതായി കാണുന്നു. അവർ മോശയും ഏലിയാവുമാണ്. മോശ നിയമത്തെയും ഏലിയാവ് പ്രവാചകന്മാരെയും പ്രതിനിധീകരിക്കുന്നു. അവർ യേശുവിനോട് സംസാരിച്ചത് യേശുവിന് യെരുശലേമിൽ സംഭവിപ്പാനിരിക്കുന്ന മരണത്തെക്കുറിച്ചാണ്. ഒരു മേഘം വന്ന് അവരുടെ മേൽ നിഴലിട്ടുവെന്നും അവർ മേഘത്തിലായപ്പോൾ അത് കണ്ട് ശിഷ്യന്മാർ പേടിച്ചുവെന്നും വായിക്കുന്നു. മേഘം പഴയ നിയമത്തിലും ദൈവസാന്നിധ്യത്തിന്റെ അടയാളപ്പെടുത്തലായി അവതരിപ്പിക്കുന്നതിന് ഒരുപാട് ഉദാഹരണങ്ങൾ കാണുവാൻ സാധിക്കും. ശേഷം ഇവൻ എന്റെ പ്രിയപുത്രനാണ് എന്ന ശബ്ദം കേൾക്കുമ്പോൾ യേശുവിന്റെ സ്നാപനം മാത്രമല്ല, സങ്കീർത്തനക്കാരൻ മെശിഹായെ കുറിച്ചും യെശയ്യാ പ്രവാചകൻ പറയുന്ന കഷ്ടം സഹിക്കുന്ന ദാസനും നമ്മുടെ ഓർമ്മയിലേക്ക് വരണം. ഇവന് ചെവി കൊടുപ്പീൻ എന്ന് പറയുമ്പോൾ അതിൽ പുതിയ നിയമവും പ്രവചനങ്ങളുടെ നിവൃത്തിയും ഇവൻ തന്നെയാണ് എന്ന ധ്വനി കൂടിയുണ്ട്. ആയതിനാലാണ് അവന് ചെവി കൊടുപ്പാൻ പറയുന്നത്. പിന്നെ ശിഷ്യന്മാർ യേശുവിനെ മാത്രമേ കാണുന്നുള്ളൂ എന്നതും ആ വാക്കുകളുടെ അർത്ഥം വെളിവാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ മറുരൂപ പെരുന്നാളിൽ നാം മനസ്സിലാക്കേണ്ടത് മെശിഹായുടെ തേജസ്കരണം മരണത്തിലൂടെയാണ് സാധ്യമായത് എന്ന വസ്തുതയാണ്. പ്രാർത്ഥനയുടെ യാമത്തിലാണ് അത് സംഭവിച്ചത് എന്നതാണ്. ആയതിനാൽ പ്രാർത്ഥനയോടെ ഈ മറുരൂപ പെരുന്നാൾ കൊണ്ടാടുവാനും യേശുക്രിസ്തുവിന്റെ മരണത്തിന്റെ അർത്ഥതലങ്ങൾ എത്രമാത്രം ആഴമുള്ളതാണ് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കുവാനും ത്രിയേക ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ.